ഹായ്. സൊമാറ്റോയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എറ്റേണലിൻ്റെ റിസൾട്ടിൽ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്, അതായത് ഇവരുടെ നെറ്റ് ഓർഡർ വാല്യൂ ആണ് പറയുന്നത്. നെറ്റ് ഓർഡർ വാല്യൂവിൽ 57% ഗ്രോത്തും. സോ ഇവരുടെ കറക്റ്റ് റവന്യൂ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അഡ്ജസ്റ്റഡ് റവന്യൂ നോക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 500 രൂപയുടെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ലൊരു എമൗണ്ട് റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ പോകും. അതിന് ശേഷമുള്ള എമൗണ്ടാണ് ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത്. സോ ആ റവന്യൂവിൽ ഇവർക്ക് 130% മുകളിലാണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ പാറ്റിലും എപ്റ്റയിലും ഒക്കെ ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ കമ്പനി ഹെവി ആയിട്ട് അവരുടെ എക്സ്പാൻഷനിലാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കിപ്പം 4 പ്ലാറ്റ്ഫോംസാണ് ഉള്ളത്. ഒന്ന് സ്വിഗ്ഗി ഉണ്ട്, ഒന്ന് സൊമാറ്റോ ഉണ്ട്, 2 ബ്ലിങ്കിറ്റ് ഉണ്ട്, 3 അവരുടെ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, 4 എന്ന് പറയുന്നത് അവരുടെ ഹൈപ്പർ പ്യൂർ എന്ന് പറയുന്നിട്ട് ഒരു B2B ബിസിനസ് ഉണ്ട്. അത് ഈ റെസ്റ്റോറൻറ്റുകൾക്ക് ഗ്രോസറീസൊക്കെ എത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതേസമയത്ത് സൊമാറ്റോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഫുഡ് ഡെലിവറി ആപ്പാണ്. മൂന്നാമത് ബ്ലിങ്കിറ്റ് എന്ന് പറയുന്നത് ഗ്രോസറീസ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ക്വിക്ക് കൊമേഴ്സിലുള്ളൊരു കമ്പനിയാണ്. സോ ഇതാണ് അവരുടെ 4 ബിസിനസ് എന്ന് പറയുന്നത്. അതിനകത്ത് ബ്ലിങ്കിറ്റാണ് ഇവർക്ക് ഹൈ ഗ്രോത്ത് ഇപ്പം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലിങ്കിറ്റിലാണ് ഇവർ കൂടുതൽ എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൊമാറ്റോ 14% ഗ്രോ ചെയ്ത സമയത്ത് ബ്ലിങ്കിറ്റ് ഗ്രോ ചെയ്തിരിക്കുന്നത് 137% ആണ് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം. 272 സ്റ്റോറോളം ഈ ഒരു ക്വാർട്ടറിൽ അവർ ബ്ലിങ്കിറ്റിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അവരുടെ ഇപ്പോഴത്തെ സ്റ്റോർ കൗണ്ട് എന്ന് പറഞ്ഞാൽ 1800 മുകളിലായിട്ടുണ്ട്. സോ ബ്ലിങ്കിറ്റിൽ അവർ നല്ല രീതിയിൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കോമ്പറ്റീഷൻ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടാണ് കോമ്പറ്റീഷൻ. സോ ഇൻസ്റ്റാമാർട്ടിനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇവർ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ ഭൂരിഭാഗവും ഇവർ ഇതിലേക്ക് ഗ്രോത്തിലേക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഗ്രോത്ത് നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പി റേഷ്യോ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യും. പക്ഷേ ഫ്യൂച്ചറിൽ ഇവർ ഈ മാർക്കറ്റ് ഷെയർ ഗ്രോത്ത് ചെയ്തതിന് ശേഷം ഇവരുടെ ഗ്രോത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് ഇവരുടെ P&Lലേക്ക് ഈ പ്രോഫിറ്റുകൾ വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് കമ്പനിയുടെ പി റേഷ്യോ അതേപോലെ തന്നെ കുറയുകയും ചെയ്യും. കമ്പനിക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനും പറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും എറ്റേണലിൻ്റെ സ്റ്റോക്കിനൊരു ഡിമാൻഡുള്ളത്. ഈ ഹൈ പിയിൽ കിടക്കുമ്പോഴും ഈ സ്റ്റോക്കിന് ഡിമാൻഡ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രോത്ത് റേറ്റ് വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും കമ്പനി ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല, കമ്പനിയുടെ ഗ്രോത്തിൽ കുറവ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈ പി തന്നെ നമുക്ക് അവിടെ ഒരു വില്ലനായിട്ട് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് പിന്നീട് പി റേഷ്യോ കൂടത്തേ ഉള്ളൂ, നമ്മൾ ആ സ്റ്റോക്കിൽ സ്റ്റക്കായി പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊമാറ്റോ പോലത്തെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പി റേഷ്യോ എന്ന് പറയുന്ന ഒരു റിസ്ക് അവിടെയുണ്ട്. പക്ഷേ ആ റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ കമ്പനി ട്രാക്ക് ചെയ്യുകയും അതേപോലെ ഗ്രോത്തിൽ എന്തെങ്കിലും പ്രശ്നം വരും, ഇവരുടെ മാർജിൻസ് അഫക്റ്റ് ചെയ്ത് തുടങ്ങിയാൽ, അത് കോമ്പറ്റീഷൻസോ എന്തെങ്കിലും വന്നിട്ട് ഇവർക്ക് മാർജിൻസ് അഫക്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ഇവരുടെ പ്രോഫിറ്റിനെ ആ രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും പിന്നീട്. സോ ആ സമയത്ത് ഈ ഒരു ഹൈ പി ഇഷ്യൂ ആയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേറൊരു കോമ്പറ്റീഷൻ അവരെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഗ്രോത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 137% ബ്ലിങ്കിറ്റിൽ ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ മൊത്തം എറ്റേണലിനെ ഗ്രോ ചെയ്യുന്ന ബ്ലിങ്കിറ്റാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യ കാര്യമാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.